മറ്റൊരു കാര്യം ശ്രീജിത്ത്, തിരുവനന്തപുരത്തേക്ക് എത്തിയാൽ തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റുള്ള വിമർശനം അത് പ്രത്യേകിച്ചും മേയർക്കെതിരെ രൂക്ഷമായ വിമർശനമായിരുന്നു എന്ന് കേൾക്കുന്നു. ശരിയാണോ? മാത്രവുമല്ല, മേയർ അടുത്ത കാലത്ത് നമ്മുടെ വാഹനമൊക്കെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട KSRTC എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട വിവാദമൊക്കെ CPM-ന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തി എന്ന തരത്തിലുള്ള ചില നിലപാടുകൾ വന്നിരുന്നു. ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJP ശക്തമായ ഒരു സാന്നിധ്യമായി മാറാൻ പോകുന്നു. തിരുവനന്തപുരത്തെ ചുരുങ്ങിയത് 3 മണ്ഡലങ്ങളിലെങ്കിലും BJP സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നതും പാർട്ടി വലിയ ആശങ്കയോട് കൂടിയാണ് നോക്കിയതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് തിരുവനന്തപുരത്ത് ഇന്നലെ പാർട്ടി ചർച്ച ചെയ്തത്? അരുൺ, CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിലെ പ്രധാന ചർച്ചാ വിഷയം BJP വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നത് തന്നെയായിരുന്നു. അരുൺ സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരം ജില്ലയിൽ 2 മണ്ഡലങ്ങൾ ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും ഒരു ഗണ്യമായ നേട്ടം ഈ കാര്യത്തിൽ BJP ഉണ്ടാക്കിയിട്ടുണ്ട്. വർക്കല പോലുള്ള മണ്ഡലങ്ങളിൽ, അതായത് CPM-ന് നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പോലും BJP വലിയ കുതിപ്പാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ 3ാമതാണ് വന്നതെങ്കിലും BJP-യും LDF-ഉം തമ്മിലുള്ള വോട്ട് വ്യത്യാസം കേവലം 15,000-ൽ പരം വോട്ടുകൾ മാത്രമാണ്. ഇത്രയും അടുത്തേക്ക് BJP വന്നത് വലിയ തോതിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഈ ജില്ലാ സെക്രട്ടറി യോഗം വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ തിരുവനന്തപുരത്തേക്ക് വന്നാൽ അരുൺ സൂചിപ്പിച്ച പോലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും നിർണായക ശക്തിയായി അല്ലെങ്കിൽ വെല്ലുവിളി ഉയർത്താവുന്ന ശക്തിയായി BJP മാറിയിരിക്കുന്നു. ഈ യാഥാർത്ഥ്യവും CPM നേതൃത്വം ആശങ്കയോടെ തിരിച്ചറിയുന്നുണ്ട്. മറ്റ് വിമർശനങ്ങളിലേക്ക് വന്നാൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെയാണ് കൂടുതൽ വിമർശനം ഉണ്ടായത്. ഇതിന് കാരണം നഗരസഭാ ഭരണത്തിന്റെ ജനകീയതയില്ലായ്മയാണ് എന്നാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. നഗരസഭയിൽ വരുന്ന ജനങ്ങളോട് ഭരണസമിതിയും മേയർ അടക്കമുള്ള ആളുകളും ജനകീയമായി പെരുമാറുന്നില്ല. പൊതുസമൂഹത്തിന് സ്വീകാര്യമായ ഒരു സമീപനവും പെരുമാറ്റശൈലിയും സ്വീകരിക്കുന്നില്ല. ഒപ്പം തന്നെ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ KSRTC ബസ് തടഞ്ഞ് ഉള്ള വിവാദം, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പൊതുവിൽ പ്രതിച്ഛായ ബാധിച്ചിട്ടുണ്ട്. ഇത് ജില്ലയിലാകെ തന്നെ LDF-ന്റെ വോട്ടുകൾ കുറയാൻ കാരണമായി എന്ന വിമർശനമാണ് ജില്ലാ സെക്രട്ടറി യോഗത്തിൽ ഉയർന്നത്. ഇന്ന് നാളെയുമായി നടക്കുന്ന ജില്ലാ കമ്മിറ്റിയിലും സമാനമായ വിമർശനങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തെ വിമർശനങ്ങൾ ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന കാര്യം വളരെ കൗതുകകരമാണ്. ഓക്കെ, താങ്ക് യു.